ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ധ്യാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ അത്ഭുതകരമായി 333 വർഷക്കാലം അനുഗ്രഹകരമായ ഒരു വ്യക്തിയുടെ ഓർമ്മ കൊണ്ടാടുവാൻ തലമുറകൾ തിക്കിത്തിരക്കുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്. അത് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ്, ദൈവം നൽകുന്ന ഒരു കൃപയാണ്. നമ്മളാരും അറിയാതെ വിദേശ രാജ്യത്ത് ഈ ദേശത്ത് വരികയും ഇവിടെ സൗകര്യം കിട്ടിയ സ്ഥലങ്ങളിൽ താമസിക്കുകയും ലഭിച്ച ഭക്ഷണം കഴിക്കുകയും അവിടെ സൗകര്യങ്ങളോ അതൃപ്തിയോ ഉണ്ടാകുമ്പോൾ അവിടം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അങ്ങനെ തൻ്റെ ജീവിതം ഈ ദേശത്ത് പര്യവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായ ഒരു പുണ്യ പുരുഷനെയാണ് ഇന്ന് ഓർക്കുന്നത്. ഇതുപോലെയുള്ള ഒരു അടിയന്തരം പുത്തങ്കാവിൽ നടത്തണമെങ്കിൽ ഇവിടുത്തെ വികാരിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ എത്ര അധ്വാനിച്ചാലേ നടക്കുകയുള്ളൂ. എത്രമാത്രം പരിശ്രമം അതിൻ്റെ പിറകിലുണ്ട്. പക്ഷേ ഇതിനങ്ങനെയൊന്നും ആവശ്യമില്ല. എല്ലാ ജനവും വളരെ ഔദാര്യമായി ഈ കാര്യത്തിൽ ഓടി വരികയും പ്രവർത്തിക്കുകയും ചെയ്യുക. 3.5 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ആ ഓർമ്മയ്ക്ക് ഒരു മങ്ങലും സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല, അത് കൂടുതൽ അനുഗ്രഹീതമായി തീരുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ട് കരുതുകയാണ്. അദ്ദേഹം കടന്നു വന്ന കടുതുരുത്തിയിലും മണർകാടും പുത്തൻകാവും കല്ലടയിലുമൊക്കെ ഇന്നത്തെ കാലത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾ വിവിധ ഡിനോമിനേഷനുകളായൊന്നും തിരിഞ്ഞിട്ടില്ല. എവിടെ മണിനാഥം കേൾക്കുന്നോ അവിടെ കടന്നു ചെല്ലുകയും അവിടുത്തെ പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുകയും അവിടെയുള്ള ഉദാരമതികളായ ആളുകൾ നൽകിയ ഭക്ഷണം കഴിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്ത് താൻ കടന്നുപോയ വഴികളെയെല്ലാം പരിശുദ്ധമായി പരിപൂരിതമാക്കി തീർക്കുകയും താൻ സ്പർശിച്ചതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി തീർക്കുന്നത് പോലെ അനേകരുടെ ഹൃദയങ്ങളിൽ നൂറ്റാണ്ടുകളോളം ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ ഒരു സ്ഥലത്ത് ദൈവത്തെ ധരിച്ചവരായ പിതാക്കന്മാരെ കുറിച്ച് പറയുന്നു. ജീവിതത്തിൽ ദൈവത്തെ ധരിച്ചവരായി ഈ ലോകത്തേക്ക്, ഈ സ്ഥലത്തേക്ക് കടന്നു വന്ന, നമുക്കറിയാം കാലാവസ്ഥയുടെ പ്രതികൂലതകളുണ്ട്, മറ്റ് ഭാഷയുടെ പ്രയാസങ്ങളുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അന്നത്തെ വികസിതമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെതായിട്ടൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല എങ്കിലും ആ സ്മരണ മനുഷ്യഹൃദയങ്ങളെ കൂടുതൽ അനുഗ്രഹീതമാക്കുന്നു, ധന്യമാക്കുന്നു എന്നുള്ളത് ദൈവം നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ലഭിക്കുക മാത്രമല്ല, അത് അനേകർക്ക് വിതരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ ദേശത്തുകൂടെ കടന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ദേശത്തിൻ്റെ മുഴുവൻ ഹൃദയം കവരുവാൻ തക്കവണ്ണം, ഈ ദേശത്തിൻ്റേതാക്കി തീർക്കുവാൻ നമ്മളെല്ലാവരും അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള വിശുദ്ധന്മാരായ ആളുകളുടെ സാന്നിധ്യം, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, അത് ഒരു സമയം കൊണ്ട്, ഒരു കാലഘട്ടം കൊണ്ട്, ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തീർന്നു പോകുന്നതല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രൈസ്തവ ജീവിതം ഈ ദൃശ്യമായ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ആധുനിക ചികിത്സാ സംവിധാനങ്ങളും മറ്റെല്ലാ പ്രവർത്തനങ്ങളും ദൃശ്യമായതിനാണ് പലപ്പോഴും ചികിത്സിക്കുന്നത്. ഒരു രോഗം വന്നാൽ അതിൻ്റെ ലക്ഷണത്തിന് നാം ചികിത്സിക്കും, അന്നു മുതൽ നമ്മൾ രോഗികളായിത്തീരും. എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ജീവനുണ്ട് എന്നും ഓർമ്മയുണ്ട് എന്നും അത് ഒരുപാട് ചരിത്രങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നും അതിനെല്ലാം സൗഖ്യം പ്രാപിക്കുവാനുള്ള അറിവുണ്ട് എന്നും
ആ അറിവിലേക്ക് ആ കോശങ്ങളെ ആനയിക്കുകയാണ് പരിപൂർണമായ സൗഖ്യത്തിന് മുഖാന്തരമെന്നും അത് ആധ്യാത്മികമായ പ്രാർത്ഥനയിലൂടെ ശക്തിയിലൂടെ ലഭിക്കുന്നു എന്നും നമ്മുടെ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു. അവരുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, യാമ നമസ്കാരങ്ങളിലൂടെ, ദണ്ഡ നമസ്കാരങ്ങളിലൂടെ അവരാർജിച്ച ദൈവകൃപ അവർ ചെന്ന് ചേർന്ന ദേശങ്ങളെ മുഴുവൻ അനുഗ്രഹീതമാക്കും. ഒരു നദി ഒഴുകിപ്പോകുമ്പോൾ അതിൻ്റെ ഇരുകരകളിലും സമൃദ്ധിയായ ഫലവൃക്ഷങ്ങൾ കൊണ്ട് നിറയുന്നത് പോലെ ആ പുണ്യപുരുഷൻ കടന്നുപോയിട്ട് 300 അധികം വർഷമായി, 3.5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ സ്മരണ ഇന്നും നിലനിൽക്കുകയാണ്. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു 3 തലമുറയ്ക്ക് അപ്പുറത്തോട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പേർക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം വല്യപ്പൻ വരെയുള്ള ഓർമ്മയുള്ളൂ. വല്യപ്പൻ്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല എന്നാണ് എല്ലാവരും കൂടുതൽ പേരും പറയുന്നത്. കാരണം അത്രയും നമ്മുടെ ഓർമ്മ പോവുകയുള്ളൂ. അവിടെയാണ് 3 നൂറ്റാണ്ടുകൾ ഓർമ്മയിലിരിപ്പാൻ തക്കവണ്ണം ദൈവത്താൽ അനുഗ്രഹീതനായ ഒരു പുണ്യപുരുഷനെ നാം സ്മരിക്കുന്നത്. അവിടെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ധ്യാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഈ ദേശത്തുകൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം ഒരിക്കലും വിചാരിച്ച് കാണുകയില്ല പുത്തങ്കാവുകാരെ നൂറ്റാണ്ടുകളോളം തന്നെ ഓർക്കുമെന്ന്. വളരെ വിഷമത്തോടെ പ്രയാസത്തോടെയാണ് പോയത്. അദ്ദേഹം ജീവിച്ച സാഹചര്യങ്ങളിൽ അദ്ദേഹം കോരിയ കയറും, വെള്ളം കോരിയ കയറും പാളയും ഒക്കെ ഇന്നും ആളുകൾ പവിത്രമായി വളരെ ബഹുമാനത്തോടെ അദ്ദേഹം തൊട്ടതെല്ലാം അനുഗ്രഹീതമാകുവാൻ തക്കവണ്ണം അദ്ദേഹം നടന്ന വഴിത്താരകൾ മുഴുവൻ അനുഗ്രഹങ്ങൾ കൊണ്ട് വിതറുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരങ്ങൾക്കെല്ലാം ജീവനുണ്ട്. ശരീരത്തിലെ ഓരോ കോശങ്ങളും ജീവനുള്ളതാണ്. ആ ഓരോ കോശങ്ങളും അനവധി ഓർമ്മകളും അനവധി ചരിത്രങ്ങളും ആലേഖനം ചെയ്യപ്പെട്ടവയാണ്. അത് ഇന്നത്തെ ശാസ്ത്രം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭക്തരായി ജീവിക്കുമ്പോൾ, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്ന ആളുകളുടെ സാന്നിധ്യം അത് അനുഗ്രഹീതമാവുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതത്തിൽ പത്രോസിൻ്റെ നിഴൽ പോലും വീണാൽ സൗഖ്യമാകുവാൻ തക്കവണ്ണം അദ്ദേഹം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആ വഴിത്താരകളിൽ കടന്നവർ സൗഖ്യം പ്രാപിച്ചു. പൗലോസിൻ്റെ ദേഹത്തു നിന്ന് ഉത്തരീയവും റൂമാലും ഒക്കെ കൊണ്ട് രോഗികളുടെ മേലിട്ടപ്പോൾ അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. അവരെല്ലാം ഇമിറ്റ് ചെയ്യുന്ന, റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ആധ്യാത്മിക ചൈതന്യമുണ്ട്. അത് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലുമുണ്ട്. ഭൗതികമായി അവർ മരിക്കുന്നെങ്കിലും ആത്മീയമായ ഓർമ്മ സജീവമായി തെളിമയോടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതം എത്ര സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പരിചരിക്കുന്ന, നമ്മൾ വ്യാപരിക്കുന്ന നമ്മളുടെ ചിന്തകളെല്ലാം, നമ്മുടെ ചിന്തയുടെ ഓരോ ശുദ്ധിയും ശുദ്ധിയില്ലായ്മയും എല്ലാം ഓരോ കോശങ്ങളിലൂടെ ഈ പ്രകൃതിയിൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഭക്തരായ മനുഷ്യർ അവരുടെ ശരീരത്തിലൂടെ, അവരുടെ സാന്നിധ്യത്തിലൂടെ അനുഗ്രഹീതമാക്കിയ ദേശങ്ങളെല്ലാം അതിന്നും അനുഗ്രഹീതമായി കൊണ്ടിരിക്കുന്നു. ആ ഓർമ്മ ദൈവം നടത്തുന്ന ഒരു ഓർമ്മയാണ്. അത് അനേകം പേർക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരു പുണ്യപുരുഷന്റെ സ്മരണയിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ പറയുന്നുണ്ട്, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് എൻ്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവരുടെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കും. നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന കേട്ട് ശുദ്ധീകൃതരായി നിരന്തരമുള്ള പ്രാർത്ഥനയിലൂടെ ശരീരത്തെ സുതാര്യമാക്കി തീർക്കുകയാണ്. ട്രാൻസ്മിറ്റ് ചെയ്യത്തക്കവണ്ണം നമുക്കറിയാം, ഒരു കണ്ണാടിയിൽ അല്പം എണ്ണ പുരണ്ടാൽ അത് സുതാര്യമല്ല, അതിലൂടെ പ്രകാശം കടന്നു പോവുകയില്ല. എന്നാൽ ചില വ്യക്തികൾ അവർ വളരെ സുതാര്യമാണ്. അകവും പുറവും ഒരേപോലെ ഇരിക്കുന്ന വിശുദ്ധിയിൽ അവരായിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ടെന്നിരിക്കും, പക്ഷേ അവരുടെ അന്തരാത്മാവ് എപ്പോഴും ദൈവത്തോട് ബന്ധപ്പെട്ടാണ്.
അതുകൊണ്ട് അവരുടെ വചനങ്ങളും അവരുടെ ചലനങ്ങളും അവരുടെ സാന്നിധ്യവും അവരെക്കുറിച്ചുള്ള സ്മരണയും എപ്പോഴും അനുഗ്രഹമുള്ളതായിരിക്കും. അതിൻ്റെ തെളിവാണ് നാം ഇന്ന് ഇവിടെ ദർശിക്കുന്നത്. ഈ ആഴ്ചകളിലെല്ലാം കല്ലടയിലും അതുപോലെ തന്നെ ആ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം നടന്നു നീങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും ആ ഓർമ്മ സജീവമായി നിൽക്കുകയാണ്. അതുകൊണ്ട് മരണം കൊണ്ട് നമ്മൾ ഈ ലോകം മാറിപ്പോയാലും ആ മരണത്തിന് അപ്പുറത്തുള്ള ഒരു വലിയ ഓർമ്മ, അത് നമ്മുടെ ശരീരകോശങ്ങളിൽ സംഗ്രഹിക്കുന്ന ദൈവകൃപയുടെ അളവ് അനുസരിച്ചാണ്. മരണാനന്തര ശുശ്രൂഷയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, രമ്യമാലാഹമാരുടെ അകമ്പടികളോടുകൂടി ദൈവസന്നിധിയിലെ അനുഗ്രഹീത വാസസ്ഥലത്ത് എത്തിച്ചേരുക. നമ്മുടെയൊക്കെ ഭാഗ്യം അതാണ്, നമ്മുടെയൊക്കെ പ്രാർത്ഥന അതാണ്. രമ്യമാലാഹമാരുടെ അകമ്പടിയോടുകൂടി അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തിച്ചേരുന്നത് വരെ നിന്റെ കരുണ ഈ ദാസനെ ഈ ദാസിയെ കാത്തുകൊള്ളണമെന്നാണ്. അതിവിടെ ജീവിക്കുമ്പോഴാണ് ആ രമ്യമാലാഹമാരെ നാം സൃഷ്ടിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി, നമ്മുടെ ജീവിതത്തിൻ്റെ സുതാര്യത, ട്രാൻസ്പെറൻസി, ഇതെല്ലാം ആ രമ്യമാലാഹമാരുടെ ഗുണഗണങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്. നമ്മവിടെ ചെല്ലുമ്പോൾ അവർ നമ്മെ കാത്തിരിക്കും. അവർ വഴിയറിയാവുന്നവരാണ്. അനുഗ്രഹീത ഭവനത്തിൽ വേഗം എത്തിച്ചേരുവാൻ അവർക്ക് സാധിക്കും. അവരുടെ ഓർമ്മ ലോകത്തിന് അനുഗ്രഹമാണ്, അതിൽ സങ്കേതപ്പെടുന്നവർക്ക് ആശ്രയമാണ് എന്നുള്ളത് അനുഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് പോവുകയല്ല, നമ്മളും അതുപോലെ ആകുവാനുള്ള ഒരാഗ്രഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. ആഗ്രഹമില്ലാതെ ഈ അനുഗ്രഹമൊക്കെ മേടിച്ച് ഈ താൽക്കാലിക ലോകത്തിലെ എന്തെങ്കിലും രോഗമോ ദാരിദ്ര്യമോ അതിൻ്റെ ശമനമല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ക്രിസ്തുവിനെ പോലെ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുവാൻ, മുഖത്ത് പ്രതിബിംബിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ശരീരം ശുദ്ധിയുള്ളതായി തീരണം, നമ്മുടെ നിഴല് അനുഗ്രഹമുള്ളതായി തീരണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മുടെ ചുറ്റുപാടുകളും വിശുദ്ധിയായി തീരണം. അത് കേവലം ക്ലെൻലിനെസ് മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ അധിവാസ സ്ഥാനങ്ങൾ ദൈവകൃപ കൊണ്ട് നിറയണം എന്നുള്ള ആഗ്രഹം. അങ്ങനെയുള്ള ആഗ്രഹത്തിനുള്ളവരിലാണ്, താൻ ആഗ്രഹിക്കുന്നവരിൽ അധികാരിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. അവൻ ദാസനെ പോലെയല്ല, അവൻ അധികാരിയെ പോലെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനും, ഈ പരിശുദ്ധനായ അന്ത്രയോസ് പിതാവിനെ പോലെ അദ്ദേഹം ആരോടും റെസിസ്റ്റ് ചെയ്തില്ല. ഇവിടെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അന്നത്തെ കാലത്തെ യാത്ര മുഴുവൻ വെള്ളത്തിലൂടെയാണ്. അങ്ങനെ മണിനാഥം കേട്ട ദേശങ്ങളിലൊക്കെ നിർത്തി അതിനടുത്തുള്ള ദേവാലയത്തിൽ അദ്ദേഹം താമസിച്ചു. വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നു എന്ന് നോക്കിയല്ല, ലഭിച്ച സൗകര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. ആ ജീവിതത്തിൽ പരിഭവമോ പരാതിയോ ഒന്നുമില്ലാതെ ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ കത്തിത്തീർന്നുവെങ്കിലും, അത് ഭൗതികമായി നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നുവെങ്കിലും, നൂറ്റാണ്ടുകളോളം നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഒരഗ്നിഗോളമായി, ഒരു വലിയ അനുഗ്രഹ പാരാവാരമായി അത് രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ. ഈ പെരുന്നാളിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അതിനോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ ഭീതിയിലായിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിരാശരായ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, സാധുക്കളായ ആളുകൾ, അവരൊക്കെ വളരെ ഭീതിയിൽ കഴിയുകയാണ്. നമ്മുടെയൊക്കെ ആളുകൾ വിദേശത്ത് അവരെയൊക്കെ വിളിക്കുമ്പോൾ, തിരുമേനി ഇപ്പോൾ കുഴപ്പമില്ല എങ്കിലും സംഗതി വളരെ ഗൗരവമുള്ള സാഹചര്യമാണ്. അവരൊക്കെ ഉറങ്ങാതെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുവാനും, ഇതിനൊക്കെ നേതൃത്വം നൽകുന്നവർക്ക് നല്ല ബോധം നൽകുവാനും, ഈ ലോകത്തിൽ സമാധാനം വിളയാടുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. യുദ്ധഭീഷണിയിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന, ഭയത്തിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ
ദൈവം സമാധാനവും ശക്തിയും നൽകട്ടെ. സമാധാനം പുലരുവാൻ തക്കവണ്ണം ഈ പുണ്യപിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.